ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇഷാസ് കിച്ചൺ വ്ലോഗ്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രീം കേക്കാണ്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 3 ഓറിയോൻ്റെ പാക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ബാറ്ററിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കാം. ഒരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് കട്ടിയായിട്ട് പോകും. 5 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. മോൾഡിലേക്ക് ബട്ടർ പേപ്പറിന് പകരം ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ടാക്കി കട്ടാക്കി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഒരു 15 to 20 മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഫ്രഷ് ക്രീമിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കാം. ഇനി ഡയറി മിൽക്ക് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് നമുക്ക് ക്രീമിൽ ചേർത്തെടുക്കാം. ഇനി അടുത്ത ലെയറിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പീസ് ഡയറി മിൽക്കും മിൽക്കി ബാറും ചേർത്തിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കാം. നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും കളർ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്കി ബാറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നട്ട്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ ലെയേഴ്സും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആക്കാനായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കാം. ആദ്യം നമ്മൾ കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കാം. കേക്ക് വെറ്റാക്കാനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കും വെള്ളവും ചേർത്തിട്ടുള്ള മിക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് നന്നായി വെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് മൂസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നട്ട്സിൽ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ലെയർ സെറ്റായി വന്നതിന് ശേഷം മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീം ബീറ്റാക്കിയ ആ ഒരു ക്രീം ഇതിന് മുകളിൽ ഇതുപോലെ സെറ്റാക്കി കൊടുക്കാം. ഇനി ഡ്രൈ ആയ ബൗൾ എടുത്തിട്ട് അതിൽ ഡയറി മിൽക്ക് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കേക്കിൻ്റെ ടോപ്പ് ലെയറായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.